ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ നോക്കാനായിട്ട്. അവർക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ ഈ റീഡിങ്ങിലൂടെ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളും നിങ്ങളെ പേഴ്സണും ഒരുമിച്ചുണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു. യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രമാണ് മിസ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു. യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രമാണ് മിസ് ചെയ്യുന്നത്. യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രമാണ് മിസ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രമാണ് മിസ് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 9 ഓഫ് സോഡ്സ് ആണ് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് മേ ബി ചില വ്യക്തികളുടെ ഇൻ്റർഫെറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയെ അത്രയധികം സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം. ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി ആ ഒരു തടസ്സങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി നിങ്ങളിലേക്ക് തിരികെ വരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള മെമ്മറീസ് അവർക്ക് അത്രയും വിലപ്പെട്ട ഒരു നിധിയായിട്ടാണ് അവർക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത്. ഓരോ നിമിഷവും അവർ നിങ്ങളെ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുൻപിൽ വീണ്ടും നിങ്ങളെ ഒരു പ്രപ്പോസ് ചെയ്ത് വരാനായിട്ടുള്ളൊരു ചാൻസാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പിൽ പഴയതുപോലെ നല്ല രീതിയിൽ പോകുന്ന തരത്തിലുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ഈ ഒരു നമ്മുടെ റിലേഷൻഷിപ്പ് മാറണമെന്ന് ഇപ്പോൾ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കേൾക്കുന്ന ആ ഈ ഒരു സമയത്ത് തന്നെ ഒരു മെസ്സേജോ കോളോ വരാനുള്ള ചാൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് പേർക്ക് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരാനായിട്ടുള്ള ചാൻസസും കാണുന്നുണ്ട്. ആ വ്യക്തി അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ആ വ്യക്തി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അധികമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരാനുള്ള ഒരു സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് കാണുന്ന ആ ഒരു സിറ്റുവേഷനെ ഓർത്തുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്.
പിന്നെ യെസ്, അത്രയും ഒരു ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. കാരണം ഇപ്പോൾ ഇത്രയും നാളും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങളുടെ ഒരു സ്നേഹം എത്രത്തോളമാണ് അവർക്ക് ആ ഒരു ഫീലിങ്സ് കൊടുത്തിരുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ സെപ്പറേഷൻ ടൈമിലായപ്പോഴാണ് ആ വ്യക്തി അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ ഒരു ഫീലിങ്സ് അവർക്കുണ്ടാകുന്നത്. അത്രയും അവർക്കൊരു പ്രീഷ്യസ് ആയിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ നിന്ന് സെപ്പറേഷനായി പോയത് എന്ന് അവർ മനസ്സിലാക്കുകയാണ് ഈ ഒരു സമയത്ത്. അവർ ചെയ്തു പോയ ഒരു തെറ്റുകൊണ്ട് ആയിരിക്കാം സെപ്പറേഷൻ ഉണ്ടായത്. ചിലപ്പോൾ അവരുടെ ഒരു വാക്കുകൊണ്ടോ അവർ നിങ്ങളോട് ചെയ്തു പോയൊരു പ്രവൃത്തി കൊണ്ടോ ആയിരിക്കാം ചിലപ്പോൾ സെപ്പറേഷൻ ഉണ്ടായിപ്പോയത്. പക്ഷേ അതിൻ്റെ പേരിൽ അവർ ഒരുപാട് ഈ ഒരു സമയത്ത് സങ്കടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ലോസ് ഫീലിങ്സ് അവർക്കുണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എല്ലാ പ്രയത്നങ്ങളും എല്ലാ പ്ലാനുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് തവണ അവർ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം. നിങ്ങളിലേക്ക് വരാനുള്ള ഒത്തിരി അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിലൊക്കെ അവർ പലതവണ പരാജയപ്പെട്ടു പോയിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള മാർഗങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ട്. അത്രയും അവരൊരു സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അരികിൽ വരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അത്രയും ഒരു ആഴത്തിലുള്ള ആഗ്രഹമാണ് അവർക്ക് നിങ്ങളെ കാണാനായിട്ട്. അത്രയും ഒരു തീവ്രമായിട്ട് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് വീണ്ടും ഇവിടെ കിട്ടുന്ന കാർഡുകളിൽ അങ്ങനെയാണ് കാണുന്നത്. എഗെയിൻ ആ വ്യക്തി ഒരു സ്ട്രോങ് ഡിസിഷൻ തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ട്. എന്തൊക്കെ സാഹചര്യങ്ങളാണോ നിങ്ങൾക്കിടയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചത് അതെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് മറികടന്നുകൊണ്ട് ഒരു എനർജിയാണ് ഇവിടെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഒട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും തീവ്രമായിട്ട് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ എത്രത്തോളമാണ് ഈ വ്യക്തിയെ മിസ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ മിസ് ചെയ്യുന്നത് എത്രത്തോളമാണോ അതിൻ്റെ ഒരു 1000 അല്ലെങ്കിൽ ഒരു 100 മടങ്ങ് ഒത്തിരി അധികമായി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത്രയും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതിലൊക്കെ ഒത്തിരി കൂടുതലായിട്ട് അല്ലെങ്കിൽ ഒരു 100 മടങ്ങ് 1000 മടങ്ങായിട്ട് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര സ്നേഹം നൽകിയിരുന്നോ അതിൻ്റെ ഒരു ഇരട്ടി സ്നേഹം നിങ്ങൾക്ക് തിരികെ നൽകണം. നിങ്ങൾ ആ ഒരു സ്നേഹത്തിന് അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത്രയും ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്ത് നോക്കാം. എത്രമാത്രമാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്ന ഒരു ക്ലാരിഫിക്കേഷൻ കൂടി നോക്കാം. എത്രമാത്രമാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ നിങ്ങളെ മിസ് ചെയ്യുന്നത്, എത്രമാത്രം അവർക്ക് മിസ് ചെയ്യുന്നു നിങ്ങൾ ഈ ഒരു സമയത്ത്, അവർക്ക് എത്രമാത്രമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത്. ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ എത്രമാത്രമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ദ മൂൺ കാർഡ്. ഓക്കെ, ഇപ്പോൾ സെപ്പറേഷൻ ടൈമിലായിരിക്കാം നിങ്ങൾ, എങ്കിലും നിങ്ങളുമായിട്ട് ഒരു സ്പിരിച്വലി കണക്ട് ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുകയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്പിരിച്വൽ ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലുള്ള ഫീലിങ്സ് ഇവർക്ക് തോന്നുന്നുണ്ട്. മേ ബി അത് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ചിന്തിക്കുന്നതും അതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസൊക്കെ ഇവർക്ക് പഴയ കാല പൂർവ്വജന്മത്തിലൊക്കെ ഉള്ള ഒരു കണക്ഷൻ പോലെയും ഭയങ്കര സോൾമേറ്റ് കണക്ഷനൊക്കെ പോലെയൊക്കെ തോന്നുകയാണ് ഇവർക്ക്. അങ്ങനെ ഒരു ഈ സമയത്ത് ഈ വ്യക്തി ചിന്തിക്കുന്നതും അതൊക്കെ തന്നെയാണ്. അതായത് ലൈഫിൽ ഒത്തിരി നെഗറ്റിവിറ്റീസ് ഒക്കെ ഉള്ള സാഹചര്യത്തിൽ പോലും മറ്റൊരു കാരണങ്ങളാലും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ഒരു പ്രീഷ്യസ് ആണ് നിങ്ങൾ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ്, ഒരു റീബർത്ത് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി അവരുടെ മനസ്സിൽ അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്.
കാണുന്നത്. റിലേഷൻഷിപ്പിന് ഒരു റീസ്റ്റാർട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു പോസിബിലിറ്റി വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു നല്ല കാര്യം നടക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ നടക്കാനായിട്ട് പോകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. വീണ്ടും നമുക്ക് കിട്ടുന്ന കാർഡുകളൊക്കെ അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അവർ എന്തോ ഒരു കാര്യം ലൈഫിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഡിസിഷൻ എടുത്ത് പ്ലാൻ ചെയ്ത് വരുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ട് വീണ്ടും നമുക്ക് വരുന്ന ഒരു എനർജി. അതുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഉണ്ടാകും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്നാണ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന കാർഡുകളെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, അതായത് മെസ്സേജസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. യെസ്, മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. Messages from your person. Yes, messages from your person. Yes, messages from your person. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. യെസ്, എൻ്റെ സ്നേഹം ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എന്ന് ഈ വ്യക്തി നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുകയാണ്. സെക്കൻഡ് മെസ്സേജ്, ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. യെസ്, നമുക്ക് റീഡിങ്ങിൽ ഓൾറെഡി കിട്ടിയിരുന്നു, ഇവരുടെ ഒരു ഫീലിങ്സ് ഒന്നും നിങ്ങളെ അറിയിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, പ്രകടിപ്പിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എൻ്റെ ഫീലിങ്സ് എല്ലാം ഞാൻ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് ഈ വ്യക്തി പറയുകയാണ്. ഇഫ് ഐ നോ വാട്ട് ലവ് ഈസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. യെസ്, എന്താണ് സ്നേഹമെന്ന് എനിക്ക് മനസ്സിലായത് നീ കാരണമാണ് എന്ന് ഈ വ്യക്തി പറയുകയാണ്. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വാക്കുകൾ, ഞാൻ പറഞ്ഞു പോയ ആ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നു എങ്കിൽ എന്ന് ഈ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയുകയാണ്. ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. യെസ്, കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മെസ്സേജസ് എനിക്ക് നിന്നോട് പറയാനുണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അതുപോലെ തന്നെ ഐ മിസ് യു വെരി ബാഡ്ലി. യെസ്, ഓക്കെ, അവർക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് മെസ്സേജ്, ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. യെസ്, അവർ ആ ഒരു ദിവസം, നിങ്ങളെ ഫസ്റ്റ് കണ്ടുമുട്ടിയ ആ ഒരു ദിവസമൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നു. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. യെസ്, നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന് ഈ ഒരു സമയത്ത് ഈ വ്യക്തി പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസുകൾ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ക്ലൂ എന്ന് പറഞ്ഞാൽ നമ്പർ 10 ആണ്. നമ്പർ 10 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂ. 1978 എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 23 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ജൂലൈ മന്ത് നമുക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ വർക്കർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ വർക്കർ ആയിരിക്കാം. ക്രിക്കറ്റ്, നമുക്ക് വീണ്ടും ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമായിരിക്കാം, കാണാൻ ഇഷ്ടമായിരിക്കാം. 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 31 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ മീഡിയ വഴി, ചിലപ്പോൾ നിങ്ങളുടെ ഈ പേഴ്സൺ സെപ്പറേഷനിലായിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പരിചയപ്പെട്ടവരോ റിലേഷൻഷിപ്പിൽ വന്നവരോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇസഡ് എന്ന് പറയുന്ന ഒരു ലെറ്റർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 8 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. പെയിൻറ്റിങ്, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പെയിൻറ്റിങ് ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നല്ല പെയിൻറ്റിങ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ പെയിൻറ്റിങ് ആർട്ട് ചെയ്യുന്നവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. യെസ്, പോസിബിൾ എന്ന് നമുക്കിവിടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. യെസ്, നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം ഈ റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്നാണ് നമുക്ക് ക്ലൂ കിട്ടിയിരിക്കുന്നത്. ഷോർട്ട് ടെമ്പേർഡ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരോ പെട്ടെന്ന് കരയുന്നവരോ ഒക്കെ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. യെസ്, വളരെ റിലേറ്റീവായിട്ടുള്ള ക്ലൂസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഫീൽ ചെയ്യുന്നത്. അത് വീണ്ടും ക്ലൂ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം ഇവിടെ കിട്ടിയിട്ടുണ്ട്. നവംബർ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഇ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ജൂൺ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
ഓറഞ്ച് കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഓറഞ്ച് കളർ ഭയങ്കര ഇഷ്ടമായിരിക്കാം. ലെറ്റർ പി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 21 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 22 കിട്ടിയിട്ടുണ്ട്. ടോക്കറ്റീവ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വളരെ സംസാരിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കാം. ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 25 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 1993 ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ ടീച്ചറായിരിക്കാം, ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1998 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 639 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 7 days, യെസ്, വീണ്ടും ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 7 days. ലെറ്റർ യു നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ചേഞ്ച്, യെസ്, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 2 months വീണ്ടും കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പോസിബിലിറ്റി. 2 months, യെസ്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വെഹിക്കിൾസിനോട് ഭയങ്കര വണ്ടികളോട് ക്രേസുള്ള ആളുകളായിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ. ലെറ്റർ എം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1 month, യെസ്, വീണ്ടും ഒരു പോസിബിലിറ്റി കിട്ടിയിരിക്കുകയാണ്. 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി. അപ്പോൾ ഇത്രയും ക്ലൂസാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ഈ ഒരു റീഡിങ്ങുമായി റിലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ആരെങ്കിലുമൊക്കെ ആയിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.